ചെയ്യാനായിട്ട് പോകുന്ന ഇന്റഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഇതിനകത്ത് മെയിൻലി 6 സെക്ടേഴ്സ് ആണ്. നമ്പർ 1 വന്നത് സോർട്ടിംഗ് ഏരിയ, നമ്പർ 2 വേസ്റ്റ് ടു എനർജി, നമ്പർ 3 ബാറ്ററി സ്റ്റോറിംഗ് ഏരിയ, നമ്പർ 4 വേസ്റ്റ് പ്രൊഡക്റ്റ്, നമ്പർ 5 വേസ്റ്റ് ഫെർട്ടിലൈസേഴ്സ്, നമ്പർ 6 സോളാർ പാനൽ എന്നിവയാണ്. നമ്മുടെ ഫസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് സോർട്ടിംഗ് ഏരിയ. അതായത് 30 ദിവസം കൊണ്ട് ജില്ലയിലെ പരമാവധി വേസ്റ്റിനെ കളക്ട് ചെയ്ത് അതിന് സോർട്ടിംഗ് ഏരിയയിലേക്ക് എത്തിക്കും. അവിടെ ചില മോഡേൺ ടെക്നോളജികൾ ഉപയോഗിച്ച് അതിനെ ബയോഡിഗ്രേഡബിൾ വേസ്റ്റായും നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റായും ഡിവൈഡ് ചെയ്യും. ബയോഡിഗ്രേഡബിൾ വേസ്റ്റിനെ വേസ്റ്റ് ഫെർട്ടിലൈസറിലേക്കും നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിനെ വേസ്റ്റ് എനർജിയിലേക്കും വേസ്റ്റ് പ്രൊഡക്റ്റിലേക്കും എത്തിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ടറായ വേസ്റ്റ് ടു എനർജി. ഫസ്റ്റ് നമ്മൾ ഈ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റിൽ നിന്നും നോൺ കമ്പസ്റ്റേഴ്സിനെയും റീസൈക്കിൾസിനെയും ഒഴിവാക്കി ബാക്കിയുള്ള വേസ്റ്റിനെ ഈ വേസ്റ്റ് എനർജിയിലേക്ക് എത്തിക്കുന്നു. ഈ വേസ്റ്റ് എനർജി ആകുന്നത് ഇൻസുലേഷൻ വഴിയാണ്. ഇൻസുലേഷൻ എന്ന തെർമൽ പ്രോസസ്സ് വേസ്റ്റിനെ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന സ്റ്റീം ഉപയോഗിച്ച് ജനറേറ്ററുമായി കണക്ട് ചെയ്ത ടർബൈൻ ഡ്രൈവ് ചെയ്ത് അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. ആ ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോമർ വഴി ബാറ്ററി സ്റ്റോറിംഗ് ഏരിയയിലേക്ക് സ്റ്റോർ ആകുന്നു. പിന്നീട് വേസ്റ്റ് എനർജി മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് 1000 കിലോ വേസ്റ്റിനെ 1200 kW തൊട്ട് 1200 kW തൊട്ട്. ഇതാണ് നമ്മുടെ ഫോർത്ത് സെക്ടർ, വേസ്റ്റ് പ്രൊഡക്ഷൻ. ഇതിൽ പറയുന്നത് എങ്ങനെയാണ് വേസ്റ്റിനെ പ്രൊഡക്റ്റ് ആക്കുന്നതെന്നാണ്. പല വേസ്റ്റ് മെറ്റീരിയൽസിനെയും പല പ്രോസസ്സ് വഴിയാണ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത്. ഇവിടെ നമ്മൾ മെയിൻലി നോക്കുന്ന ടെക്സ്റ്റൈൽസ്, പേപ്പർ, മെറ്റൽ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ്. അതിന് പ്ലാസ്റ്റിക്കിനെ നമ്മൾ ഷ്രെഡ് ചെയ്ത് മെൽറ്റ് ആക്കിയതിനെ പുതിയ ഐറ്റംസ് ആക്കുന്നു, മെറ്റലിനെ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്തെടുക്കുന്നു, പേപ്പറിനെ പൾപ്പാക്കി റീസൈക്കിൾ ചെയ്തെടുക്കുന്നു, ഗ്ലാസിനെ ക്രഷ് ചെയ്ത് റീഫോം ചെയ്തെടുക്കുന്നു, അതിനുശേഷം ടെക്സ്റ്റൈലിനെ ഷ്രെഡഡ് ഫൈബർ ആക്കി മാറ്റുന്നു. രണ്ടാമത്തെ സെക്ടർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഫെർട്ടിലൈസർ ആണ്. വേസ്റ്റിനെ എങ്ങനെ ഫെർട്ടിലൈസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സോർട്ടിംഗ് ഏരിയയിൽ കളക്ട് ചെയ്തിരിക്കുന്ന വേസ്റ്റിനെ ഷ്രെഡ് ചെയ്ത് സ്മോൾ പീസസ് ആക്കി മാറ്റുന്നു. ആ ഷ്രെഡ് ചെയ്തിരിക്കുന്ന സ്മോൾ പീസസിനെ ഒരു ബാലൻസിംഗ് മിക്സ് ഓഫ് ഗ്രീൻസ് ആൻഡ് ബ്രൗൺസ് ആക്കുന്നു. ഗ്രീൻസ് എന്ന ടേം ഉദ്ദേശിക്കുന്നത് നൈട്രജൻ റിച്ച് മെറ്റീരിയൽസും ബ്രൗൺസ് എന്ന ടേം ഉദ്ദേശിക്കുന്നത് കാർബൺ റിച്ച് മെറ്റീരിയൽസുമാണ്. ഇനി ഇതിലെ കമ്പോസ്റ്റ് പൈലിനെ മോയിസ്റ്റ് ആക്കുന്നതിനോടൊപ്പം തന്നെ റെഗുലർലി ടേൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസത്തിനെ അതിൻ്റെ മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഡീകമ്പോസിഷൻ നടക്കുന്ന സമയത്ത് അതിനെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയും ആ ഹീറ്റ് ഉപയോഗിച്ച് ഹാർംഫുൾ പാത്തജൻസിനെ കൊല്ലുകയും ചെയ്യും. അതിനുശേഷം 3-4 ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമുക്ക് ന്യൂട്രിയൻ റിച്ച് ഫെർട്ടിലൈസേഴ്സ് ഫാമേഴ്സിന് അറ്റ് വെരി ലോ കോസ്റ്റിന് കൊടുക്കാൻ സാധിക്കും. സോളാർ പാനലാണ് നമ്മുടെ 6ാമത്തെ സെക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഓൾ ഫാക്ടറി റൺ ചെയ്യുന്നത് സോളാർ എനർജി ഉപയോഗിച്ചാണ്. സോളാർ എനർജി ഇവിടെ സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ ബാറ്ററി സ്റ്റോറിംഗ് ഏരിയയിലാണ്. ഈ ഫാക്ടറിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മാലിന്യ വിമുക്ത കേരളത്തെയാണ്.